ഹലോ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 5 കെമിക്കൽ കൈനറ്റിക്സ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ കെമിക്കൽ ചേഞ്ച്? നെയിം ഫോർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്നാൽ എന്ത്? കെമിക്കൽ ചേഞ്ചസിൻ്റെ 4 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും എഴുതണം. ആൻസർ: കെമിക്കൽ ചേഞ്ച് എന്നാൽ ഒരു പ്രോസസ്സ്, പുതിയ സബ്സ്റ്റൻസിൻ്റെ ഫോർമേഷനെ ലീഡ് ചെയ്യുന്ന അത്തരം ചേഞ്ചസിനെയാണ് നമ്മൾ പറയുന്നത് കെമിക്കൽ ചേഞ്ചസ്. അവിടെ റിയാക്റ്റൻസിൻ്റെ ആറ്റംസ് റീഅറേഞ്ച് ചെയ്ത് പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ അത് പുതിയ സബ്സ്റ്റൻസ് ആണ് അവിടെ നടക്കുന്നത്. അത്തരം ചേഞ്ചസ് ആണ് നമ്മുടെ കെമിക്കൽ ചേഞ്ചസ്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് കെമിക്കൽ ചേഞ്ചസിൽ വരുന്നത് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് കെമിക്കൽ ബോൺസ്. റിയാക്റ്റൻസിലെ കെമിക്കൽ ബോൺസ്, എക്സിസ്റ്റിംഗ് ബോൺസ് ബ്രേക്ക് ചെയ്ത് പ്രോഡക്റ്റ് ആകുമ്പോൾ വേറെ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഒക്കെ ആയിട്ട് പുതിയ കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത്തരം മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് കെമിക്കൽ ബോണ്ടാണ് ഈ കെമിക്കൽ ചേഞ്ചസിൻ്റെ ഒരു മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അങ്ങനെ മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂ ബോൺസ് ആയി കഴിയുമ്പോഴേക്കും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. യൂഷ്വലി ഈ കെമിക്കൽ ചേഞ്ച് ഇറിവേഴ്സിബിൾ ആണ്. വൺസ് ചേഞ്ച് ചെയ്തത് തിരിച്ചാക്കാൻ എല്ലാ റിയാക്ഷൻസിലും പറ്റില്ല. ജനറലി കെമിക്കൽ ചേഞ്ചസ് ഇറിവേഴ്സിബിൾ ആണ്. ഇവിടെ കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ എനർജിയിലും ചേഞ്ചസ് സംഭവിക്കാം. ചിലപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ആകും, ലൈറ്റ് എനർജി റിലീസ് ആകുക അല്ലെങ്കിൽ അബ്സോർബ് ആകുക, സൗണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജിയും ഈ കെമിക്കൽ ചേഞ്ചുമായിട്ട് ഇൻവോൾവ്ഡ് ആയിരിക്കും. അനദർ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാകാം. കെമിക്കൽ ചേഞ്ചസ് നടന്നാൽ പലപ്പോഴും നമുക്ക് കളർ ചേഞ്ച് നോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ഗ്യാസ് ഫോർമേഷൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, അങ്ങനെ ഓരോ ഗ്യാസ് ഫോർമേഷനും കെമിക്കൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒബ്സർവേഷനാണ്, ചില കെമിക്കൽ ചേഞ്ചസ് നടന്നാൽ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് പുതിയ സബ്സ്റ്റൻസ് നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ കാണാൻ പറ്റും. അങ്ങനെ കളർ ചേഞ്ച്, പുതിയ ഗ്യാസ് ജനറേറ്റ് ചെയ്യുക, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക, എനർജി ചേഞ്ച്, അങ്ങനെ എല്ലാനും ഈ കെമിക്കൽ ചേഞ്ചസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുത്താം. ക്വസ്റ്റ്യൻ: ക്ലാസിഫൈ ദ ഗിവൺ പ്രോസസ്സസ് ഇൻ ടു കെമിക്കൽ ചേഞ്ച് ഓർ ഫിസിക്കൽ ചേഞ്ച്. നമുക്ക് കുറച്ച് പ്രോസസ്സ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ കെമിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കണം. കെമിക്കൽ ചേഞ്ച് നമ്മൾ ഓൾറെഡി കണ്ടു. റിയാക്റ്റൻസിൻ്റെ ആറ്റംസ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഫിസിക്കൽ ചേഞ്ചിൽ ഓൺലി അപ്പിയറൻസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുള്ളൂ. അല്ലാത്ത കെമിക്കലി അതിന് യാതൊരു കെമിക്കൽ ബോണ്ടിനോ ഒന്നിനും ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അതാണ് ഫിസിക്കൽ ചേഞ്ച്. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന എക്സാമ്പിൾ മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പിയറൻസിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ചേഞ്ച്. ബേണിംഗ് ഓഫ് വുഡ് കത്തി അത് ആഷായി മാറിക്കഴിയുമ്പോഴേക്കും അത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. വീണ്ടും നമുക്ക് തിരിച്ച് വുഡിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, ബേണിംഗ് ഓഫ് വുഡ്. ദെൻ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് കേർഡ്ലിംഗ്, അതും ഒരു കെമിക്കൽ ചേഞ്ച് ആണ്, നമുക്ക് റിവേഴ്സിൽ എടുക്കാൻ പറ്റില്ല. ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ, ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നാൽ അത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. പിന്നെ നമുക്ക് വേറെ പ്രോസസ്സ് വഴി വീണ്ടും അതിനെ ഷുഗറിലേക്ക് മാറ്റാനുള്ള വഴിയും ഉണ്ട്. ഇതൊരു കെമിക്കൽ ചേഞ്ച് ഒന്നും നടക്കുന്നില്ല, ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ ബോയിലിംഗ് ഓഫ് വാട്ടർ ബോയിൽ ചെയ്തിട്ട് സ്റ്റീമായി മാറുമ്പോൾ അപ്പോഴും ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് നടക്കുന്നത്. മെൽറ്റിംഗ് അയൺ, മേക്കിംഗ് ഗ്ലാസ്, പ്രിപ്പയറിംഗ് വൈൻ, ഇവിടെ എല്ലാനും കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. വൺസ് നമ്മൾ ആ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ആക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുതിയ ബോണ്ട് അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഡിസ്ക്രൈബ് മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആൻസർ: കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് അതിൻ്റെ നേച്ചർ. റിയാക്റ്റൻസിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. അതായത് മെഗ്നീഷ്യത്തിൻ്റെ സ്പീഡ് തന്നെ ആയിരിക്കില്ല സോഡിയത്തിനുള്ളത്, അല്ലെങ്കിൽ സിങ്കിന് വരുന്നത്. അങ്ങനെ ഏത് മെറ്റീരിയൽ, ഏത് റിയാക്റ്റൻ്റ് ആണോ അതിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് ഒരു റിയാക്ഷൻ റേറ്റ് ഉണ്ടാകും. അപ്പോൾ നേച്ചറാണ് ഫസ്റ്റ് ക്യാരക്ടർ.
റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ടെന്ന് അനുസരിച്ചിട്ട് നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ പറ്റും. കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള റിയാക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടി നമുക്ക് റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ പറ്റും. ഇനി സർഫസ് ഏരിയ ആണ് വേറൊരു കാര്യം ഈ റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഈ സർഫസ് ഏരിയ അത് മെയിൻലി വരുന്നത് സോളിഡ് റിയാക്റ്റൻസിൻ്റെ കേസിലാണ്. സോളിഡ് റിയാക്റ്റൻസിനെ ഇപ്പം നമ്മളൊരു പീസ് ഫോമിൽ ഒരു ഒറ്റ പീസായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കുറവായിരിക്കും. അന്നേരം കുറച്ച് ആ സോളിഡ് റിയാക്റ്റൻ പാർട്ടിക്കിളിന് മാത്രമാണ് അടുത്ത റിയാക്റ്റൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് റിയാക്ഷന് ചാൻസ് ഉള്ളൂ. അപ്പോൾ സർഫസ് ഏരിയ കൂട്ടുക, അതായത് സോളിഡ് പീസിനെ നമ്മളൊരു പൗഡർ ഫോമിൽ ഉപയോഗിച്ച് സർഫസ് ഏരിയ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അടുത്ത ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. കൈനറ്റിക് എനർജി കൂടുമ്പോൾ കൂടുതൽ റിയാക്റ്റൻസിന് ത്രെഷോൾഡ് ലെവൽ ക്രോസ് ചെയ്ത് പ്രോഡക്റ്റിലേക്ക് ഫോം ചെയ്ത് റിയാക്ഷൻ റേറ്റ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന അത്തരം കെമിക്കൽ റിയാക്ഷൻസിന് സ്പീഡ് കൂട്ടാൻ പറ്റും. കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. കെമിക്കൽ റിയാക്റ്റൻസിൻ്റെ ആ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നമ്മൾ മാംഗനീസ് ഡയോക്സൈഡ് എന്നുള്ളൊരു സബ്സ്റ്റൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മാംഗനീസ് ഡയോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ്റെ സ്പീഡ് കൂട്ടും. കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ത്രെഷോൾഡ് എനർജിയുടെ പറഞ്ഞല്ലോ, ത്രെഷോൾഡ് എനർജി ക്രോസ് ചെയ്താൽ മാത്രമാണ് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുള്ളൂ. കാറ്റലിസ്റ്റ് ആ ത്രെഷോൾഡ് എനർജിയുടെ ലെവൽ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ കൂടുതൽ റിയാക്റ്റൻസിന് കുറഞ്ഞ ആ ലെവൽ ക്രോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടത്തുന്ന റിയാക്ഷൻസിൻ്റെ റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റോൾ ഓഫ് അയൺ കാറ്റലിസ്റ്റ് ഇൻ ഹേബർ പ്രോസസ്? ഹേബർ പ്രോസസ്സിൽ അയണിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹേബർ പ്രോസസ്സ് പറഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ അയൺ കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റോൾ എന്താണ്? അയൺ കാറ്റലിസ്റ്റ് ഈ റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുമ്പോൾ അയൺ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നത് എങ്ങനെയാണ്? കാറ്റലിസ്റ്റ് ത്രെഷോൾഡ് എനർജി ലെവൽ താഴ്ത്തിക്കൊണ്ടുവരും. അപ്പോൾ കൂടുതൽ റിയാക്റ്റൻ മോളിക്യൂൾസിന് ആ ത്രെഷോൾഡ് എനർജി ക്രോസ് ചെയ്ത് പ്രോഡക്റ്റിലേക്ക് പോയി അങ്ങനെ റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ പറ്റും. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അല്ലാതെ നടത്തുന്ന ഈ ഒരു ഹേബർ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ടിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അയൺ കാറ്റലിസ്റ്റ് ഇൻ ദ ഹേബർ പ്രോസസ്. ഇവിടെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അല്ലാതുണ്ടെങ്കിൽ ഇതാണ് ത്രെഷോൾഡ് എനർജിയുടെ ലെവല്. കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ റിയാക്റ്റൻസിന് അച്ചീവ് ചെയ്യാനുള്ള ആ ലെവൽ കുറച്ച് കൊണ്ടുവരികയാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ റിയാക്റ്റൻസിന് പ്രോഡക്റ്റിലേക്ക് മാറാനുള്ള ചാൻസ് കൊടുക്കുകയാണ് ഈ അയൺ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വൈ ഇസ് ഇറ്റ് നോട്ട് ഗുഡ് ഐഡിയ ടു സ്റ്റോർ സം ഫുഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ എ ലോങ് ടൈം? ചില ഭക്ഷണ സാധനങ്ങൾ റൂം ടെമ്പറേച്ചറിൽ കുറേ നേരത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ അല്ല. എന്തുകൊണ്ടാണ്? ആൻസർ: ഫുഡ് സ്പോയിൽ ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അത് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഫംഗൈ അതൊക്കെ വെച്ചിട്ട് ഫുഡ് സ്പോയിൽ ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻസ് വാമർ ടെമ്പറേച്ചറിലാകുമ്പോൾ, നോർമൽ ടെമ്പറേച്ചറിൽ ആകുമ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് കുറച്ചു സ്ലോ ഡൗൺ ചെയ്തിട്ട് സ്പോയിലേജ് തടയുവാണ് ചെയ്യുന്നത് റെഫ്രിജറേഷൻ. അതുകൊണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് പെട്ടെന്ന് സ്പോയിലാകുന്ന സാധനങ്ങൾ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് അതിൻ്റെ ലൈഫ് കൂട്ടും. ക്വസ്റ്റ്യൻ: ക്യാൻ എ കാറ്റലിസ്റ്റ് ചേഞ്ച് ദ പ്രോഡക്റ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കാറ്റലിസ്റ്റിന്
കെമിക്കൽ റിയാക്ഷൻസിലെ പ്രോഡക്റ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ കാറ്റലിസ്റ്റ് ഡയറക്റ്റായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അതിന് പ്രോഡക്റ്റിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി കാറ്റലിസ്റ്റിനില്ല. അതിന് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടി ത്രെഷോൾഡ് എനർജിയുടെ ലെവൽ കുറച്ച് കൊണ്ടുവന്ന് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുകയാണ്. അത് മാത്രമാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോ, കാറ്റലിസ്റ്റ് ഓൺലി ചേഞ്ച് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് കാറ്റലിസ്റ്റിൻ്റെ റോളുള്ളൂ. കെമിക്കൽ റിയാക്റ്റൻസിന് പ്രോഡക്ട്സിന് ഒന്നും അതിൻ്റെ കെമിക്കലി ഒരു ചേഞ്ചും ചെയ്യുന്നില്ല ഈ കാറ്റലിസ്റ്റ്. എങ്ങനെ ചെയ്യുന്നത്? ത്രെഷോൾഡ് എനർജീനെ കുറച്ച് കൊണ്ടുവന്ന് കൂടുതൽ റിയാക്റ്റൻറ്റ് പാർട്ടിക്കിളിന് ത്രെഷോൾഡ് എനർജി ക്രോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വൈ ആർ എൻസൈംസ് കോൾഡ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്? എൻസൈമുകളെ എന്തുകൊണ്ടാണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്? ആൻസർ: എൻസൈംസ് അത് ഒരു കാറ്റലിസ്റ്റ് നോർമൽ കെമിക്കൽ റിയാക്ഷൻസിൽ എങ്ങനെയാണോ റോളുള്ളത് അതേ റോളാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ എൻസൈമുകൾക്കുള്ളത്. കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന മാതിരി ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടുന്നതാണ് എൻസൈം. അതുകൊണ്ടാണ് എൻസൈമിനെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷനിലെ സ്പീഡ് കൂട്ടുന്നത് ത്രെഷോൾഡ് എനർജി കുറച്ച് കൊണ്ടുവന്ന് കൂടുതൽ റിയാക്റ്റൻസിനെ പ്രോഡക്റ്റാക്കി മാറ്റുന്ന. അതേപോലെ എൻസൈമുകളും ത്രെഷോൾഡ് എനർജി ലെവൽ കുറച്ച് കൊണ്ടുവന്ന് കൂടുതൽ റിയാക്ഷൻ റേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബോഡി ടെമ്പറേച്ചറിൻ്റെ ആ ടെമ്പറേച്ചറിലായിരിക്കും നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള റിയാക്ഷൻസ് നടക്കുന്നത്. അവിടെ ടെമ്പറേച്ചർ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നമുക്ക് കൺട്രോൾ ഇല്ല അവിടെ. അപ്പോൾ റിയാക്ഷൻ റേറ്റ് കൂട്ടുക എന്നുള്ളത് ഡൈജഷനും മെറ്റബോളിസം എല്ലാ പ്രോസസ്സും അതിൻ്റെ ആ റിയാക്ഷൻ റേറ്റ് കൂട്ടുന്ന ലെവലിൽ നോക്കുകയാണെങ്കിൽ എൻസൈമുകൾക്കുള്ള റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈമുകൾ ടെമ്പറേച്ചർ ആ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ത്രെഷോൾഡ് എനർജി കുറച്ചിട്ട് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റിനെ മാതിരി എൻസൈമുകളും റിയാക്ഷനിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകുന്നില്ല. ജസ്റ്റ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: Heat a test tube containing iron sulfide and dilute hydrochloric acid. Answer the given questions. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും അയൺ സൾഫൈഡും എടുത്തിട്ട് ചൂടാക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഈ റിയാക്ഷൻ നടന്നാൽ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? ഈ റിയാക്ഷൻ നോക്കൂ, അയൺ സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് റിയാക്ഷന് എടുത്തിരിക്കുന്നത്. ഫെറിക് ക്ലോറൈഡും H2S പ്രോഡക്ട്സ്. ഈ H2S ഒരു ഹൈഡ്രജൻ സൾഫൈഡ്, അതിന് റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലാണ് ഉള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ റോട്ടൺ എഗ് സ്മെൽ കിട്ടുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം H2S ആണ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഓർഡറാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ. ആ ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ FeS+HCl രണ്ട് റിയാക്റ്റൻറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഓരോരോ കോമ്പൗണ്ട്സ് ആണ്. പ്രോഡക്റ്റ് സൈഡ് നോക്കൂ, AdCb ഫോമിലല്ലേ വന്നിരിക്കുന്നത്. നോക്കൂ, FeClHS. AdCl അയോൺസ് ഇൻ്റർചേഞ്ച് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്തപ്പോൾ ഇത്തരം റിയാക്ഷനെ നമ്മൾ പറയും ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: രണ്ട് ടെസ്റ്റ് ട്യൂബുകളിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു ലാർജ് എഗ് ഷെല്ല് ഡയറക്റ്റായിട്ട് ഇട്ടു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് പൗഡേർഡ് ഫോമിലുള്ള എഗ് ഷെല്ലും ഇട്ടു. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഈസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫൗണ്ട് ടു ബി ഹയർ? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുതലായിട്ടുള്ളത്? ആൻസർ: സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലായിരിക്കും കൂടുതൽ
റിയാക്ഷൻ റേറ്റ് ഉണ്ടാകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാണ് സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലെ റിയാക്ഷൻ റേറ്റ് കൂടിയിരിക്കുന്നത്? കാരണം സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മളിട്ടത് പൗഡർഡ് ഫോമിലുള്ള എഗ്ഷെല്ലാണ്. അതായത് റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ കൂടിയിരിക്കുവാണ് സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ സിനാരിയോയിൽ. അവിടെ കാൽഷ്യം കാർബണേറ്റ് പൗഡർഡ് ഫോമിലാവുമ്പോൾ ലാർജർ സർഫസ് ഏരിയ ആണ്. അപ്പോൾ കൂടുതൽ കാൽഷ്യം കാർബണേറ്റ് പാർട്ടിക്കിൾസ് HCl ആയിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ടാകും. മോർ കൊളീഷൻ ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ അങ്ങനെ കൂടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. എഗ് ഷെല്ലിലെ കാൽഷ്യം കാർബണേറ്റും HCl തമ്മിലുള്ള റിയാക്ഷൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇവിടെ നോക്കൂ, CaCO3 ആണ് കാൽഷ്യം കാർബണേറ്റ്, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് H2CO3. നോക്കൂ, കാൽഷ്യം AdCb ഫോമിൽ അയോൺസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് AdCb ഫോമിലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. അതായത് CaCl, ഇവിടെ ഹൈഡ്രജനും CO3യും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള H2CO3, ഇത് കാർബോണിക് ആസിഡ്. അപ്പോൾ ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഈ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്ന് കിട്ടുന്ന ഈ കാർബോണിക് ആസിഡ് H2CO3 വീണ്ടും ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കും. അതായത് H2CO3 രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറും. H2CO3 H2O പ്ലസ് CO2 എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റിലേക്ക് മാറി. അതായത് ഫസ്റ്റ് കാൽഷ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള ഒരു ഡബിൾ ഡീകമ്പോസിഷൻ നടന്ന് കിട്ടുന്ന ആ പ്രോഡക്റ്റിലെ ഒരു പ്രോഡക്റ്റായ കാർബോണിക് ആസിഡിന് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ കൂടി തുടർന്ന് നടക്കും. അങ്ങനെ കമ്പൈൻഡ് ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ CaCO3 പ്ലസ് 2HCl ഗിവ്സ് CaCl2 പ്ലസ് H2O പ്ലസ് CO2. കാരണം ഈ H2CO3 ഉണ്ടായ ഉടനെ തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് H2O പ്ലസ് CO2യിലേക്ക് മാറും. അപ്പോൾ ഫൈനലി നമുക്ക് ഈ രണ്ട് കമ്പൈൻ ചെയ്ത റിയാക്ഷൻ നടന്നാൽ കിട്ടുന്നത് കാൽഷ്യം ക്ലോറൈഡ്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഏതൊക്കെ റിയാക്ഷനാണ് ഇവിടെ നടന്നത്? ഫസ്റ്റ് നടന്നത് ഒരു ഡബിൾ ഡീകമ്പോസിഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു ഡീകമ്പോസിഷൻ. സോ ഡബിൾ ഡീകമ്പോസിഷൻ ഫോളോഡ് ബൈ ഡീകമ്പോസിഷൻ. അതാണ് ഈ കാൽഷ്യം കാർബണേറ്റ്, അതായത് എഗ് ഷെല്ലിലെ കാൽഷ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ്റെ ടോട്ടൽ ഇക്വേഷൻസ്. Subscribe to this channel for more videos like this. ക്വസ്റ്റ്യൻ, നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾ പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ആൻസർ. ആദ്യത്തെ എക്സാമ്പിൾ ദോശഡവിൻ്റെ ഫെർമെൻറ്റേഷൻ. ദോശമാവിൻ്റെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഫെർമെൻറ്റേഷൻ ഒരു സ്പീഡിൽ നടക്കും. ആ സെയിം റിയാക്ഷൻ തന്നെ ഈ ദോശമാവ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ദോശമാവിൻ്റെ ഫെർമെൻറ്റേഷൻ കുറച്ചും കൂടി സ്ലോവർ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കുറച്ച് ദോശമാവിൻ്റെ ഫെർമെൻറ്റേഷൻ്റെ ആ റിയാക്ഷൻ റേറ്റ് നമ്മൾ കുറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ടെമ്പറേച്ചർ കൂടിയാൽ ഫുഡിൻ്റെ കുക്കിങ്ങിൻ്റെ ഇത് ഫാസ്റ്ററായി നടക്കും. പിന്നെ നല്ല ടെമ്പറേച്ചർ കൂടിയ ഉള്ള ദിവസങ്ങളിൽ ഫ്രൂട്ട്സിൻ്റെ റൈപ്പനിങ്, അതായത് ഫ്രൂട്ട്സ് പാകമാകുന്നത് പെട്ടെന്ന് കുറച്ചും കൂടി എളുപ്പത്തിലായിരിക്കും നല്ല തണുത്ത ക്ലൈമറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഡീകമ്പോസിഷൻ ഓഫ് ഫുഡ് നോർമൽ റെഫ്രിജറേറ്റ് ചെയ്യാതെ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ സ്പോയിലാകാൻ ചാൻസ് ആണ്. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചിട്ട് ഈ ഫുഡിൻ്റെ സ്പോയിലിംഗ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുന്നത്. ഇനി കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ. The substance that react in a chemical reaction is called dash. Reactants. The speed of a chemical reaction is also known as its rate. Chemical reactions in the speed ne reaction rate എന്നും അറിയപ്പെടും. Question. In a chemical reaction, Zn plus FeSO4 gives ZnSO4 plus Fe. Here, Zn dash ion. Zn displaces ion. ഇവിടെ Zn highly reactive element FeSO4ലെ ലെസ് റിയാക്റ്റീവായ Feനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ Zn displaces ion. Question. Grinding a solid reactant into a powder increases its surface area.
സർഫസ് ഏരിയ കൂട്ടാനാണ് സോളിഡ് റിയാക്റ്റൻസിനെ ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ഫോമിൽ ഉപയോഗിക്കുന്നത്. ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ജനറലി ഡാഷ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്. The substance that speed up a reaction without being used up is called dash. കാറ്റലിസ്റ്റ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ അതിൻ്റെ പ്രസൻസ് മാത്രം ഉണ്ടാകുക മതി, അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. The protein molecules that act as catalyst is in living things are called living organismത്തിലുള്ള കാറ്റലിസ്റ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് എൻസൈംസ്. In a chemical reaction 2H2O2 gives 2H2O plus O2. In this example this is a dash reaction. Here hydrogen peroxide ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ഡീകമ്പോസ് ചെയ്ത് മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിരിക്കുന്നു. സോ ഇറ്റ്സ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ NaCl plus AgNO3 gives AgCl plus NaNO3. In this reaction dash is the precipitate formed. AgCl ആണ് വൈറ്റ് കളർ precipitate ആയിട്ട് ഫോം ചെയ്യുന്നത്. Rusting of iron is an example of dash chemical reaction, very slow chemical reaction. Question: the number of particles per unit volume is known as dash. Concentration. Unit വോളിയത്തിലുള്ള number of particlesന്റെ count ആണ് concentration എന്ന് പറയുന്നത്. Question: for a reaction to occur, reactant particles must have an energy equal to or greater than dash. ഒരു മിനിമം എനർജി റിയാക്റ്റൻസിന് വേണ്ട ആ എനർജിനെ പറയുന്ന പേര് ത്രെഷോൾഡ് എനർജി. Question: the reaction in Car's airbag produces dash gas, nitrogen. The process of making cheese and wine involves dash reactions. It's a chemical reaction. Manufacture of ammonia is done by dash process. അമോണിയയുടെ മാനുഫാക്ചറിൻ്റെ ആ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ പേരാണ് ഹെയ്ബർ പ്രോസസ്. In a chemical reaction, nitrogen plus 3 hydrogen gives 2 NH3. Here, this symbol എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് നൈട്രജൻ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് അമോണിയ ആവുമ്പോൾ സം പോർഷൻ ഓഫ് അമോണിയ ഡീകമ്പോസ് ചെയ്തിട്ട് വീണ്ടും നൈട്രജനും ഹൈഡ്രജനേക്കും മാറാൻ ഇടയുണ്ട്. അപ്പോൾ ഇത്തരം റിയാക്ഷൻസിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും റിവേഴ്സിബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ സൈൻ വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ: the manufacture of sulfuric acid by the process contact process. sulfuric acidന്റെ മാനുഫാക്ചറിന് ഉള്ള ആ പ്രോസസ്സാണ് കോൺടാക്റ്റ് പ്രോസസ്. The catalyst used in the manufacture of sulfuric acid by contact process. കോൺടാക്റ്റ് പ്രോസസ്സിൽ ഏത് കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? വെനഡിയം പെൻറ്റോക്സൈഡ് V2O5. And increase in temperature increase dash energy of molecule. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ റിയാക്റ്റൻസ് ആണ് ഇൻക്രീസ് ആവുന്നത്. ഡാഷ് ഗ്യാസ് ബേൺസ് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക്സ് പോപ്പ് സൗണ്ട്. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പോപ്പ് സൗണ്ട് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വി ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം തയോസൾഫേറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ബൈ. എങ്ങനെയാണ് സോഡിയം തയോസൾഫേറ്റിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ റിയാക്ഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ കൂട്ടിയിട്ട്? ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ക്വസ്റ്റ്യൻ: വാട്ട് precipitate is produced when dilute sodium thiosulfate solution react with dilute hydrochloric acid upon heating. സോഡിയം തയോസൾഫേറ്റും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹീറ്റ് ചെയ്യുമ്പോൾ എന്തിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്? സൾഫർ ആണ് അവിടെ പ്രസിപ്പിറ്റൈസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: CaCO3 plus 2HCl gives CaCl2 plus H2O plus what it is? CaCO3 HCl-ഉമായിട്ട് രണ്ടും കോമ്പൗണ്ട്സ് ആണ്. AdCb ഫോമിലാണ് ആദ്യം പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ആ പ്രോഡക്റ്റ് CaCl2 ആദ്യം കിട്ടി. ഇനി ഹൈഡ്രജനും ഈ കാർബണേറ്റും കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡാണ് നെക്സ്റ്റ് ഉണ്ടാകുന്നത്. ആ കാർബോണിക് ആസിഡ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്
ഇതൊരു ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷനാണ്. CaCl2 ആണ് ഒരു കോമ്പൗണ്ട്, ദാറ്റ് ഈസ് AD എന്നുള്ള ഫോമിൽ. ദെൻ CB എന്നുള്ള എടുക്കുമ്പോൾ Hഉം CO3യുമാണ്. അപ്പോൾ ദാറ്റ് ഈസ് കാർബോണിക് ആസിഡ് H2CO3. ആ H2CO3 ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഡാഷ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.